ഇപ്പോഴും എക്കാലത്ത് എലികളുടെ ശല്യം വളരെ കൂടുതലാണ്. ഇക്കാലമായിട്ടും എലിയുടെ ശല്യത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ എലികളെ തുരത്താനുള്ള അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മഴക്കാലത്ത് കയറി വരുന്ന കീടങ്ങളെയും കൊതുകുകളെയും എല്ലാം എങ്ങനെ നമുക്ക് തുരത്തി ഓടിക്കാം, അതിനുള്ള കുറച്ച് ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്കൊരു പപ്പായ ഇല ഉണ്ടെങ്കിൽ വീട്ടിലെ പരിസരങ്ങളിൻ്റെ വീട്ടിൽ നിഴലിൽ പോലും ഇത് വരത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണിത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് മാറിക്കുന്ന അട്ട, പുഴു, അതുപോലെ തന്നെ ഈ കറുത്ത ഒച്ച, ഇങ്ങനത്തെയുള്ള രീതിയിലെല്ലാം പല രീതിയിലുള്ള കീടങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. അത് ഫുഡിലും കാര്യങ്ങളിലെല്ലാം കയറി വന്നിട്ട് നമുക്ക് വല്ല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ പിടിക്കും. അതുപോലെയാണ് കൊതുകിൻ്റെ ശല്യവും. മഴക്കാലമായി കഴിഞ്ഞാൽ ഇപ്പം മാങ്ങ സീസൺ, ചക്ക സീസണൊക്കെ ആയത് കാരണം കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അതുപോലെ പൊടിയീച്ച, അങ്ങനെ ഭയങ്കര ശല്യം കൂടുതലാണ്. അതുപോലെ പെരിച്ചാരി, എലികൾ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ പരിസരങ്ങളിലും ശല്യപ്പെടുത്തുന്നു. ഇതിനെല്ലാം തൊഴുതാൻ ഒറ്റ ഓടിയാണിത് നമ്മുടെ പപ്പായ ഇല. ഈ പപ്പായ ഇലയും കൊണ്ട് എങ്ങനെ നമുക്ക് എലികളെയൊക്കെ തുരത്താമെന്ന് നോക്കാം. വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നതാണ് പപ്പായ ഇല. അപ്പോൾ എല്ലാവരുടെ വീടുകളിൽ പപ്പായ ഇല കാണുമല്ലോ. അപ്പോൾ ഈ പപ്പായ ഇല കൊണ്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ പപ്പായയില ഒരു വലിയൊരു പപ്പായയില ഒരു വലിയ ഇലയാണ് എടുത്തിരിക്കുന്നത്. ആ ഇലയൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കറയോട് കൂടിയുള്ള പപ്പായയില എടുക്കാൻ ശ്രദ്ധിക്കണം. ഉണങ്ങിയതൊന്നും എടുക്കരുത്, കറയോട് കൂടിയുള്ളത് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല പോലെ ഇത് അരച്ചെടുക്കണം. ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ മാത്രം മതി. എലികളും പല്ലികളും പാറ്റകളും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ പപ്പായയില ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. എന്നെ ഒന്ന് കോരി കാണിക്കുക. ഇതിനകത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം ഉണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു വെള്ളം കൊണ്ടാണ് നമുക്ക് നമ്മുടെ വീട്ടിലത്തെ എലികളെല്ലാം തുരത്താൻ പറ്റുന്നത്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇതുകൊണ്ട് പപ്പായ ഇല കൊണ്ട് ഒരുപാട് നല്ല ടിപ്പുകളുണ്ട്. നമ്മുടെ ബാത്റൂമിലേക്ക് ഒക്കെ ചെറിയ ബ്ലോക്കുകൾ മാറ്റാൻ നല്ലതാണ്. ക്ലോസറ്റിലെ ബ്ലോക്കുകൾ മാറ്റാൻ നല്ലതാണ്. അതുപോലെ തന്നെ സിങ്കിലെ ബ്ലോക്കുകൾ മാറ്റാൻ നല്ലതാണ്. നല്ല ഒരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് ഇത് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് ഞാൻ ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ആ ഒരു ഇലയുടെ കളർ കണ്ടല്ലോ, പച്ച കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു സൊല്യൂഷനാണ് ഇത്. നമ്മുടെ വീട്ടിലെ എലികളെയെല്ലാം തുരത്താൻ വളരെ എഫക്റ്റ് കൂടിയതാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക തരം ഒരു സ്മെല്ലാണ് ഈ ഇലയ്ക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സ്മെല്ല്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സൂത്രം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരുടെ കയ്യിലുള്ളതാണ് ബേക്കിംഗ് സോഡ. ഇതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 4 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്ലോർ ക്ലീനർ ആക്കാൻ പറ്റും. നല്ലൊരു എഫക്റ്റാണ്. നല്ല പോലെ ഫ്ലോറൊക്കെ നല്ല വെട്ടിത്തിളങ്ങുകയും ചെയ്യും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വീടൊക്കെ കഴുകുമ്പോഴും തുടയ്ക്കുമ്പോഴും ഇതൊഴിച്ചെന്ന് കഴുകുക തുടയ്ക്കുകയോ എല്ലാം ചെയ്യുവാണെങ്കിൽ പാറ്റ, പല്ലി, ഉറുമ്പുകൾ ഇതൊന്നും നമ്മുടെ തറയിൽ കൂടെ ഒന്നും വരുത്തില്ല. ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറാനും വളരെ നല്ലതാണ് കേട്ടോ. ഉറുമ്പ് ശല്യമുള്ള ഭാഗങ്ങളിലെല്ലാം ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും. നല്ലപോലെ പതഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല കട്ടിക്കുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ആ കട്ടിയോട് തന്നെ അത് മാറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒഴിക്കുവാണെങ്കിൽ തന്നെ പാമ്പിൻ്റെയൊക്കെ ശല്യം മാറുന്നതായിരിക്കും. ഒച്ചൊക്കെ ചെടികളുടെ ഇടയിലൊക്കെ തണുപ്പ് പറ്റി ഒച്ചൊക്കെ വന്നിരിക്കും. ആ ചെടിയുടെ ഇടയിലെല്ലാം നിങ്ങൾ ഇത് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ ഒച്ചിൻ്റെ ശല്യവും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെയാണ് ആ പുഴു, കിണറിൻ്റെ ഒക്കെ ചുവട്ടിലൊക്കെ തണുപ്പ് പറ്റിയിരിക്കുന്ന പുഴു ഉണ്ടൊരു കറുത്ത പുഴു, അതെല്ലാം മാറാനും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ. ബാക്കി വന്ന സൊല്യൂഷൻ ഞാൻ ഇതുപോലെ കുപ്പിയിലേക്ക് വരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വീട് തുടയ്ക്കാൻ നേരത്തെ ബക്കറ്റിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇതുകൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തുടയ്ക്കുവാണെങ്കിൽ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. ഉറുമ്പിൻ്റെ ഒക്കെ ശല്യമൊക്കെ ഉണ്ട് മാറുകയും ചെയ്യും. അതിൻ്റെ ഒരു സ്മെല്ല് അങ്ങനെ ഇരിക്കുന്ന കാരണം നല്ല റിസൾട്ടാണ്. അപ്പോൾ വീടൊക്കെ തുടയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കംഫർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കി വന്ന് ആ കുപ്പിയിലടിച്ചിട്ട് ബാക്കി വന്ന് ആ സൊല്യൂഷനിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ട്
കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ കയറി വരുന്ന കൊതുകിനെ തുരത്താൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട രീതി കൂടെ കാണിച്ചു. എനിക്കിത് സ്പ്രേ ചെയ്യാം. കൊതുക് വരുന്ന വഴിയെല്ലാം ഇതൊന്ന് അരിച്ച് ഊറ്റിയതിന് ശേഷം നമുക്കത് സ്പ്രേ ചെയ്ത് പെരക്കകത്തും ബെഡ്റൂമിൽ എല്ലായിടും എവിടെയാണോ ശല്യം കൂടുതലുള്ള അവിടെയെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കർപ്പൂരം ഒന്ന് പൊടിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതുപോലൊരു വെള്ള തുണി എടുത്തിട്ട് അതിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതേ രീതി നിങ്ങൾ ചെയ്താൽ മതി. ഈ മഞ്ഞൾപ്പൊടിയും കർപ്പൂരവും കൂടെ പൊടിച്ചിട്ട് ഈ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നല്ല വെയിലത്ത് ഇത് ഉണക്കിയെടുക്കുക. എന്തോരം തുണികളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ തുണി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതിലും വെച്ചാൽ മതി. വെറുതെ ഉണക്കിയെടുത്തിട്ട് നമുക്ക് ഓരോ കഷ്ണം ഓരോ പീസ് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്കിത് പുകച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തിരി വെക്കുന്ന പോലെ ഒന്ന് പുകച്ച് കൊടുക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ കൊതുകിൻ്റെ ശല്യം പോകുന്നതായിരിക്കും, പൊടിയീച്ചയുടെ ശല്യം പോകുന്നതായിരിക്കും. നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഉണങ്ങാൻ ഇച്ചിരി പാടാണ്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ആ ഒരു അതിലേക്ക് ഞാൻ കുറച്ച് സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അവിടെ ഈ കടുകെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പപ്പടമൊക്കെ കാച്ചിയ എണ്ണയൊക്കെ സ്നാക്സൊക്കെ പൊരിച്ച എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. അതിട്ട് നമുക്കത് ഇതുപോലെ ഒരു തിരി വെച്ച് കത്തിച്ച് വെക്കുകയാണെങ്കിൽ സന്ധ്യ സമയത്ത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന കൊതുകുകളെയൊക്കെ തുരത്താൻ വളരെ നല്ലതാണ്. സന്ധ്യ സമയത്ത് വേണം ഇത് കത്തിച്ച് വെക്കുക. ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ച് പല്ലിയും പാറ്റ ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ വീടിനകം എല്ലാം നമുക്ക് ഇതൊന്നും എടുത്ത് നല്ല കട്ടിലടിയിലും അങ്ങനെയുള്ള ഭാഗങ്ങളിലെ ജനലിൻ്റെ കർട്ടൻ്റെ സൈഡിലെല്ലാം കയറിയിരിക്കുന്ന കൊതുകുകളെല്ലാം വീട്ടിൻ്റെ പരിസരത്തോട്ട് പോലും പിന്നെ വരത്തില്ല, ചത്തു പോകുന്നതായിരിക്കും കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. മഴക്കാലം ആയത് കാരണം കൊതുകിൻ്റെ ഒക്കെ ശല്യം വളരെ കൂടുതലാണ്. പല അസുഖങ്ങൾക്ക് കാരണമാകും കൊതുകുകൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിരിക്കുന്ന നമ്മുടെ ആ സൊല്യൂഷൻ എടുത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും അതുപോലെ തന്നെ ആ കിച്ചൺ സ്ലാബിലും എല്ലാം ഞാൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എലികളെ തുരുത്താനും പല്ലികളെ പാറ്റകളെയൊക്കെ തുരുത്താൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തോട്ട് ഫുഡ് ഇരിക്കുന്ന വഴിയൊന്നും ഇതുങ്ങൾ വരരുത്. അതിനിട്ട് വേണ്ടിയിട്ടാണ്. അതുങ്ങൾക്ക് പിന്നെ ഇതിനൊരു സ്മെല്ല് ഇഷ്ടമല്ലാത്ത കാരണം നമ്മളിത് കുറച്ച് ഒഴിച്ചിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് തുടച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. തുടച്ചിട്ട് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പച്ചവെള്ളം കൊണ്ടൊന്നും തുടയ്ക്കരുത്. ഈ ഒരു വെള്ളം കൊണ്ട് മാത്രമേ ഒന്ന് തുടയ്ക്കാവുള്ളൂ. സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടയ്ക്കാവുള്ളൂ. അപ്പോൾ നല്ല റിസൾട്ടാണ്. പിറ്റേ ദിവസം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. വശത്തോട്ട് ഉറുമ്പുകളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ എലിയൊക്കെ അവിടെ കയറി നശിപ്പിച്ച് വെക്കുന്നതായിരുന്നു. ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ബാക്കി വന്ന സൊല്യൂഷനെ എടുത്ത് നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കിച്ചൺ സിങ്ക് രാത്രിയിൽ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം അതിൽ ഉള്ളിൽ എന്തായാലും എലികളും പല്ലികളും പാറ്റകളും അതുപോലെ തന്നെ പുഴുവും പഴുതാടിയൊക്കെ കയറി വരും. അപ്പോൾ അതൊന്നും കയറി വരാതിരിക്കാനും ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളുണ്ടെങ്കിൽ അത് മാറാനും ആ പായലൊക്കെ അരിഞ്ഞു പോകാനും വളരെ നല്ലൊരു സൊല്യൂഷനാണ്. കാര്യം ഇതിനകത്ത് പപ്പായയുടെ ജ്യൂസുണ്ട്, പിന്നെ ബേക്കിംഗ് സോഡ, വിനാഗിരി എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പല്ലിയുടെ എലിയുടെ ഒന്നും ശല്യം ഉണ്ടാകത്തുമില്ല. സിങ്കിൻ്റെ ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ കിണറിൻ്റെ ചുവട്ടിൽ തണുപ്പ് പറ്റിയിരിക്കുന്ന ഇതുപോലത്തെ പുഴുക്കളില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെയല്ലേ. അപ്പോൾ വെള്ളത്തിലൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ തുരത്താൻ വളരെ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മൾ ആ പപ്പായയുടെ തൊലിയുടെ ഒക്കെ വേസ്റ്റ് കളയത്തില്ലേ, ആ വേസ്റ്റ് കളയരുത്. പകരം ഇതുപോലെ നമ്മുടെ കിണറ്റിൻ്റെ ചുവട്ടിൽ ഇതുപോലെ കൊണ്ടിട്ടാൽ മതി. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ പുഴു ഒന്നും നമ്മുടെ ഇതിലേക്ക് കയറത്തില്ല. കാര്യം നമ്മുടെ ആ കിണറിൻ്റെ വശത്തൊന്നും വരത്തില്ല. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ ഒരൊറ്റ പുഴുവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിന് മുമ്പ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇതുങ്ങൾ ഇരിക്കുക, നമുക്ക് തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള പുഴുക്കളായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ആ ഒരു ഇത് നമ്മൾ ചെയ്ത് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സൊല്യൂഷൻ കുറച്ചൊന്ന് ഒഴിച്ച് വിട്ടാലും മതി, അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഈ ബാക്കി വന്ന ഈ സൊല്യൂഷൻ നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതെന്തായാലും ഒരാഴ്ചയോളം ഇരിക്കും, വലിച്ച് ചള്ളായി പോകത്തില്ല. ഇങ്ങനെ തന്നെ ഇരിക്കും. ചള്ളായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി, നമുക്ക് പിന്നെ എടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇവിടെ കപ്പക്കടയൊക്കെ ആയത് കാരണം കപ്പയൊക്കെ ഉള്ളത് കാരണമാണ് കൂടുതലും എലികളും പെരിച്ചാരികളും ഒക്കെ ശല്യമായിട്ട് വരുന്നത്. കപ്പയൊക്കെ എടുക്കാനായിട്ട് എലികളും പെരിച്ചാരികളൊക്കെ വരും. അപ്പോൾ ആ കപ്പച്ചാക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലടിച്ച് ഇതൊരു കടുപ്പമായിട്ടുള്ളൊരു സ്മെല്ലാണ്. പപ്പായ ഇലയുടെ ഒരു കട്ട് മണം പോലെയാണ് നമ്മുടെ പപ്പായ ഇലയുടെ ഈ ഒരു ഇലയ്ക്ക്. ആ ഒരു മണം അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പാമ്പോ അതുപോലെ തന്നെ എലികളോ പെരിച്ചാരികളോ ഉണ്ടെങ്കിൽ സ്ഥലം വിടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീടിൻ്റെ
നിഴലിൽ പോലും ഇതുങ്ങൾ വരില്ല, നിൽക്കത്തില്ല. അതുപോലത്തെ റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കപ്പയുടെ വേസ്റ്റ് വെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ഫുള്ള് പൊടിയീച്ചയാണ്. ഈ പൊടിയൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ ആ പൊടിയീച്ചയുള്ള ഭാഗത്തേക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.